നമ്മുടെ നാട്ടിലെ എല്ലാ വെള്ളത്തിലും ഇതിന്റെ ഈ അംശം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ കുടിക്കുന്ന ടാപ്പ് വാട്ടറിലുണ്ട്, നമ്മൾ കുടിക്കുന്ന ബോട്ടിൽ വാട്ടറിലുണ്ട്. അതെല്ലാം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണം നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ കിണറ്റിലെ വെള്ളം, നമ്മൾ കിണറ്റിലെ വെള്ളം വളരെ നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടി കുടിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ കിണറാവോ വലിയ മലിനീകരണമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വേണമെങ്കിൽ ചൂടാക്കാതെയും കുടിക്കും, അത് വേറൊരു സൈഡാണ്. പക്ഷേ നമ്മൾ ചൂടാക്കി കുടിച്ചാലും പ്ലാസ്റ്റിക്കിൻ്റെ അംശം നഷ്ടപ്പെടുന്നത്. നമ്മൾ നല്ല വൃത്തിയുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളവരെല്ലാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കിണറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുകളിൽ നല്ല നെറ്റൊക്കെ ഇട്ട് നമ്മൾ നല്ല ഇലയൊന്നും വീഴാതെ സൂക്ഷിക്കും. ആ നെറ്റ് എന്തുകൊണ്ടുള്ളതാണ്? പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. അത് നമ്മുടെ ഒരു ശൈലി എന്താണ്, അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മാറ്റാറേയില്ല. അപ്പോൾ അത് സൂര്യപ്രകാശമൊക്കെ അടിച്ച് അതിനെ ഓരോ തരികളും ഇതിലേക്ക് പൊടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. പിന്നെ നമ്മൾ മോട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ PVC പൈപ്പുകളാണ്. PVC എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഇനമാണ്. നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്കൊരു റീസൈക്ലിംഗ് എംബ്ലം കാണാം. അതിൽ കുറേ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ PVC യുടേത് നമ്പർ 3 ആണ്. അത് ഏറ്റവും ഹസാർഡസ് ആയത്, മീൻസ് ഏറ്റവും ദോഷകരമായിട്ടുള്ള ക്യാൻസറസ് ആയിട്ടുള്ള കാർസിനോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ അതാണ് നമ്മൾ വെള്ളത്തിൽ എന്തിനിടുന്നത്, മോട്ടറിൽ പമ്പുകൾ വലിച്ചെടുക്കാനായിട്ട് PVC പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കിണറിൽ അപ്പി ഉപയോഗിച്ച് വെള്ളം കോരുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കയറ് പ്ലാസ്റ്റിക് കയറാണ്. അതും ഉപയോഗം കഴിഞ്ഞ് കുറേ നാളുകൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ചെറുതായിട്ട് പൊടിഞ്ഞ് ഈ വെള്ളത്തിലേക്ക്. അപ്പം കേരളത്തിൽ തന്നെ അതിനെക്കുറിച്ച് പല സ്റ്റഡികളും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് നടത്തിയ ഒരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്തിയ എല്ലാ കിണറുകളിലും തന്നെ വെള്ളത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. പിന്നെ നമുക്കറിയാം അന്റാർട്ടിക്കയിലൊക്കെ മനുഷ്യവാസം ഇല്ലാത്ത ഇടങ്ങളിൽ പോലും ഐസ് കോർണറുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അപ്പം നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ട്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്, മണ്ണിലുണ്ട്, എല്ലായിടത്തും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയൊരു വ്യാപനം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇനിയെങ്കിലും ഗൗരവത്തോടെ കണ്ട് അതൊന്ന് മാറ്റാനുള്ള പ്രതിവിധികൾ വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും ഒക്കെയും നമ്മൾ അവലംബിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കും അടുത്ത് വരുന്ന തലമുറയ്ക്കും ഒരു വലിയ വിപത്തായി.